പുണ്യ മുഹറമിലെ ആദ്യ തിങ്കളാഴ്ച രാവ് ചില ആളുകളുടെ ഒരു പരാതിയുണ്ട്. ഉസ്താദെ, 5 പൈസ കയ്യിൽ നിൽക്കുന്നില്ല, ഒരു ബറക്കത്തില്ല ഉസ്താദെ, വീട്ടിലും ബറക്കത്തില്ല, ജോലിയിലും ബറക്കത്തില്ല, ഒരു സമാധാനം കിട്ടണില്ല. അതുപോലെ തന്നെ എനിക്ക് നാട്ടിലും വീട്ടിലും ഒരു വിലയില്ല എന്ന് പറഞ്ഞവർ, അതുപോലെ മക്കളില്ല ഉസ്താദെ, ഒരുപാട് നാളായി ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങുന്നു, ഒന്ന് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ, അതുപോലെ സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിച്ച് ജീവിതമാകെ കുഡ്സായിപ്പോയ ആളുകൾ. എല്ലാവർക്കും പരിഹാരം കേട്ടോ. ഒരു ചെറിയ സൂറത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഈ മനോഹരമായ സൂറത്ത് ഈ പരിശുദ്ധമായ മുഹറമിൻ്റെ ദിനരാത്രങ്ങളിൽ നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ? അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീരുമെന്ന് ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ സൂറത്തെന്ന് പഠിക്കണം. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണണം, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരി മായരുത് കേട്ടോ. പുഞ്ചിരി മായാതൊരു അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പുഞ്ചിരി നമ്മുടെ ജീവിതത്തിലുടനീളവും മരിക്കുന്ന സമയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ചിരിക്കാൻ പറ്റണമെങ്കിൽ എവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റണം. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വീട്ടിൽ ബറക്കത്തില്ല ഉസ്താദേ, ഒരു സമാധാനമില്ല ഇല്ലേ? വീട്ടിലും വീട്ടുകാരിലും ഒക്കെ വേണം ബറക്കത്ത്. ചില ആളുകൾ വീട്ടിൽ കയറി അപ്പം തുടങ്ങും വഴക്കും പ്രശ്നം, ഒരു സമാധാനം അവിടെ ഇല്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം, ഭാര്യയും അമ്മായിയമ്മയും തമ്മിൽ പ്രശ്നം. അതുപോലെ വേറെ ചില ആളുകൾ പറയും, ഉസ്താദ് 5 പൈസ കയ്യിൽ നിൽക്കണില്ല, കൊച്ചിനൊരു രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പൈസയില്ല. അതുപോലെ തന്നെ എനിക്കൊരു വിലയില്ല ഉസ്താദ്, കെട്ടിയോള് ഒരു വിലയും വെക്കണില്ല, മക്കൾ വില വെക്കണില്ല, നാട്ടിലും വിലയില്ല, വീട്ടിലും വിലയില്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ ആളുകളോട് പറയട്ടെ, മക്കളില്ല എന്നുള്ള സങ്കടം പറഞ്ഞവരോട് പറയട്ടെ, നിങ്ങൾ വിഷമിക്കണ്ടെന്നേ. ഒരു അടിപൊളി സൂറത്ത് ഞാൻ പഠിപ്പിച്ചുതരാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്ന അതിവിശിഷ്ടമായ സൂറത്ത്. നിങ്ങൾ ഈ സൂറത്തൊന്ന് ഓതിയാലുണ്ടല്ലോ ലൈഫ് കളറാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ മുഹറമിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് കടന്നു വരുന്നത്. ഇതങ്ങ് തുടങ്ങാൻ പറ്റിയ സമയമല്ലേ? അങ്ങ് തുടങ്ങിക്കൊന്നേ. മുഹറം ആദ്യ 10 ദിനരാത്രങ്ങൾ മുഴുവൻ ഈ സൂറത്ത് കൊണ്ടൊന്ന് ഭംഗിയാക്ക്. എങ്ങനെ ഓതണം, ഏതാണ് ആ സൂറത്ത് എന്നൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ആ സൂറത്തിൻ്റെ മഹത്വങ്ങൾ കുറച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇല്ലേ? മഹത്വം പഠിച്ചിട്ട് നമ്മൾ ഓതുമ്പോൾ അത് വല്ലാത്തൊരു ഇഖ്ലാസോടുകൂടെ മഹത്വം മനസ്സിലാക്കി ഓതാൻ നമുക്ക് കഴിയൂലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ വീട്ടിലും വീട്ടുകാരിലും ബറക്കത്ത് ലഭിക്കും. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു, ഒരുപാട് ഉണ്ടാകലൊന്നുമല്ല, ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകലാണ്, ഉള്ളതിൽ സമാധാനം കിട്ടലാണ് ഇല്ലേ? ഒരാൾ കോടീശ്വരനാണ്, അയാൾക്ക് സമാധാനമില്ല, അയാൾ ദരിദ്രനാണ്, ഒന്നുമില്ലാത്തവനാണ്. എന്നാൽ ഒരുത്തൻ പാവപ്പെട്ടവനാണ്, അവൻ അന്നന്ന് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടണുള്ളൂ ഇല്ലേ? ഒരുപാട് കൂട്ടി വെക്കാനൊന്നുമില്ല, പക്ഷേ അവന് സമാധാനം ഉണ്ടെങ്കിൽ അതാണ് ബറക്കത്ത്. അവനെപ്പോലെ കോടീശ്വരൻ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല, അവനെപ്പോലെ ഒരു സമ്പന്നൻ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല അല്ലേ? ഇപ്പോൾ ഈ മയക്കുമരുന്നിന് അടിമയായ ചില പെൺകുട്ടികളെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ആ കുട്ടികൾ പറയണത്, ആ കുട്ടികളുടെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അച്ഛനും അമ്മയും ബാപ്പയും ഉമ്മയും എപ്പോഴും വീട്ടിൽ വഴക്കാണ്, എപ്പോഴും വഴക്കാണ്. ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഒളിച്ചോടി പോകുന്നു. അച്ഛനും അമ്മയും അല്ലെങ്കിൽ വാപ്പായും ഉമ്മയും പറയുന്നത് കേൾക്കാതെ ഒളിച്ചോടിപ്പോയി വേറെ ഏതെങ്കിലും ഒരുത്തനെ കല്യാണം കഴിക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, മതം മാറുന്നു. എന്താ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം? ആ കുട്ടികൾക്ക് വേണ്ട സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ കിട്ടുന്ന ഇടം തേടി ആ കുഞ്ഞുങ്ങൾ പോവാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ് ഉത്തരവാദികൾ? മാതാപിതാക്കളാണ്. ഒരിക്കലും നമ്മളെ വഴക്കുകൾ മക്കൾ കാണരുത്. നമ്മൾ ചിലപ്പോൾ ഇണങ്ങുന്നുണ്ടാവും, കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ പുന്നാരിക്കുന്നു, ഇണങ്ങുന്നു, നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നു, എല്ലാം ഓക്കെ. പക്ഷേ ഇതാര് കാണുന്നില്ല? മക്കൾ കാണുന്നില്ല. അപ്പോൾ മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഇപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദിവസം ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ കൂട്ടത്തിൽ? ദിവസം ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് ഉസ്താദേ എന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്കിയേ, ഒന്ന് പറഞ്ഞേ കാണട്ടെ. എവിടെ? മാഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. ആ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, ഭർത്താവ് എന്ത് ചെയ്യണം? ഒരു ഉരുള എടുത്തിട്ട് കെട്ടിയോക്കടെ വായിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണം അല്ലേ? എന്ത് ചെയ്യണം? വായിലേക്ക് വെച്ച് കൊടുക്കണം. അതുപോലെ തിരിച്ച് കെട്ടിയോളം എന്ത് ചെയ്യണം?
വായിലേക്ക് വെച്ചെടുക്കണം. ഇതാര് കാണാൻ വേണ്ടിയിട്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് പഠിപ്പിച്ചത് മക്കൾ കാണാൻ വേണ്ടിയിട്ടാണ്. ആര് കാണാൻ വേണ്ടിയിട്ടാണ്? മക്കൾ കാണാനും കൂടെ വേണ്ടിയിട്ടാണ്. മക്കൾ കാണണം, അവർ പറയണം ഞങ്ങൾക്ക് ലവ് മാരേജ് ഒന്നും വേണ്ട കേട്ടോ, അറേഞ്ച്ഡ് മാരേജ് മതി. കാരണം എൻ്റെ വാപ്പയുടെ ഉമ്മയുടെ എന്തൊരു സ്നേഹമായിരുന്നു. നമ്മുടെ മക്കൾ എങ്ങനെ പറയുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ മക്കൾ അങ്ങനെ പറയുമെന്ന്? കാരണം എന്താ, അവർ കാണുന്നത് ഇടി പിടി എടി പൊടി മറ്റവനെ മറിച്ചവളെ ഈ ഷണ്ടയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ ചിന്തിക്കും ഇതിലും ഭേദം പ്രേമിച്ച് പോകണതാണെന്ന്. പക്ഷേ ആ കുട്ടികൾ അതിൻ്റെ അപകടം മനസ്സിലാക്കുന്നത് പ്രണയവിവാഹമൊക്കെ കഴിഞ്ഞ് 1-2 കൊല്ലം ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞ് സ്ട്രഗിളിങ് പീരീഡിലേക്ക് വരുമ്പോൾ പടച്ചവൻ്റെ ബറക്കത്തില്ലായ്മ അനുഭവിക്കുമ്പോഴായിരിക്കും ആ മക്കൾ ചിന്തിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ സൂറത്ത് പതിവായി ഓതുന്നവരുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവും. നിങ്ങൾക്കിടയിൽ മാനസികമായൊരു സ്നേഹം വരും, കുടുംബ പ്രശ്നങ്ങൾ നീങ്ങും, ഒരു ബറക്കത്ത്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം കേട്ടോ. പരിശ്രമിക്കുന്നതിനോടൊപ്പം ഈ സൂറത്ത് ഓതണം എന്നാണ് അല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം, എന്നിട്ട് ഈ സൂറത്തും കൂടെ ഓതണം. അപ്പോൾ ഒരു വല്ലാത്ത ബറക്കത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണേറിൽ നിന്ന് കാവലാണ്. കണ്ണേർ സത്യമാണല്ലേ? ഇപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസില്ലേ, ഒരു സഹാബി ഇങ്ങനെ ഡ്രസ്സൊക്കെ അഴിച്ച് വെച്ച് കുളിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മറ്റൊരു സഹാബി നോക്കിയിട്ട് പറഞ്ഞു, എന്താ എൻ്റെ ബോഡിയിലെ ഉഷാർ ബോഡിയാണല്ലോ. അപ്പോൾ നമ്മൾ പരസ്പരം പറയുമല്ലോ എന്ത് കിട്ടിയിലും ബോഡിയാണ്, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞപ്പോഴത്തേക്ക് ആ സ്വഹാബി അങ്ങ് ബോധം കെട്ടു വീണു. എന്താ സംഭവിച്ചത്? കണ്ണേർ വലിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ മാഷാ അല്ലാഹ് പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറഞ്ഞ് നിർത്തരുതെന്നാണ്. അപ്പോൾ നമ്മൾ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, ആ കുട്ടി നബിദിനത്തിന് പാട്ട് പാടാൻ സ്റ്റേജിൽ കയറിയേക്കാണ്. പാട്ടൊക്കെ ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സൈനവത്താത്ത എന്തായാലും ആ പുള്ളിയുടെ ഒരു സൗണ്ട് നോക്കിയടി തീർന്ന്. പിന്നെ അടുത്ത കൊല്ലം മുതൽ കൊച്ചു പാടണില്ലേ, പുള്ളിയുടെ സൗണ്ട് ഏതാണ്ട് പോയിട്ടുണ്ടെന്ന്. എന്താണ് സംഭവിച്ചതാണാവോ? കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ലോണം പാടിയതാണ്, സൈനത്താത്തയുടെ കണ്ണാണ് സംഗതി. ഇത് എന്ത് കണ്ണേറാണെങ്കിലും എന്ത് സിഹറാണെങ്കിലും ഫലിക്കണമെങ്കിൽ ആരുദ്ദേശിക്കണം, വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹ് ഉദ്ദേശിക്കാതെ ഫലിക്കൂല. സംഗതി കണ്ണേർ ഫലിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഈ സൂറത്ത് എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇനി ഇത് ഓതാൻ പറ്റാത്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ഓതിയിട്ട് അവർക്ക് മന്ത്രിച്ചു കൊടുക്കുകയും വേണം. ഇത് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത, ജനങ്ങൾക്കിടയിൽ അംഗീകാരം വേണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അംഗീകാരം കിട്ടും. നാട്ടിലും വീട്ടിലും വിലയില്ല ഉസ്താദെ, കെട്ടിയോളും വില വെക്കണില്ല, വില വെക്കണ പോലെ ഇങ്ങനെ നടക്കണം. അങ്ങനെ നടന്നിട്ടും കെട്ടിയോൾ വില വെക്കണില്ലെങ്കിൽ മോശമല്ലേ? കെട്ടിയോൾ മാത്രം വില വെച്ചാൽ പോരാ, കെട്ടിയോനും വില വെക്കണം. അവൾ വീട്ടിലൊരു അടിമയൊന്നുമല്ല, അവൾ വീട്ടിലെ അടിമയല്ല, നിൻ്റെ പാർട്ട്ണറാണ്, നിൻ്റെ ഇണയാണ്. അങ്ങനെ ഒരു വില നീ വെക്കണം. തിരിച്ചവളും ഇതെൻ്റെ കെട്ടിയോനാണ്, എൻ്റെ ഭർത്താവാണ് അല്ലേ, എൻ്റെ പാർട്ട്ണറാണ്, ഞാൻ ബഹുമാനിക്കേണ്ട ആളാണ്. നിങ്ങൾ പരസ്പരം ബഹുമാനിച്ചാലേ മക്കൾ നിങ്ങളെ ബഹുമാനിക്കും. ഇപ്പം ചില കുടുംബങ്ങളിൽ ഉമ്മാനെ മക്കൾ ഇങ്ങനെ ഇട്ട് ചീത്ത പറയും, ബഹളം ഉണ്ടാക്കും. അതിൻ്റെ കാരണം എന്താ? വാപ്പ ഉമ്മാനെ ചീത്ത പറയണത് മക്കൾ കണ്ടുപഠിച്ചിട്ടുണ്ട്. എന്നാൽ വാപ്പാനെ പേടിയായിരിക്കും. കാരണം എന്താ? ഉമ്മ പേടിച്ച് നിൽക്കണതും മക്കൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ചില വീട്ടിൽ വാപ്പാക്ക് വില ഉണ്ടാവില്ല, മക്കൾ വില കൊടുക്കൂല. കാരണം ഉമ്മ വാപ്പാക്ക് വില കൊടുത്തിട്ടില്ല, അത് കണ്ടാണ് മക്കൾ പഠിച്ചേക്കണത്. അപ്പോൾ പരസ്പരം മക്കളുടെ മുമ്പിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും വില കൊടുത്ത് സംസാരിക്കണം. ഉമ്മ എന്നൊന്നും ചെയ്യാനുള്ള, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അടുക്കളയിൽ ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കും, ഇങ്ങനെ തിന്നു, ഇതല്ലാണ്ട് ഉമ്മാക്ക് വേറെ പണിയില്ല. ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കുട്ടി എന്നോട് പറയാം, ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉമ്മാക്കൊരു വില ഉണ്ടാവില്ല. ഇത് വാപ്പായും ഉമ്മായും ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ആകെ കട്ടപ്പോകയാവും കേട്ടോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പരസ്പരം വില ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നല്ല നിരക്ക് പെരുമാറുന്നതോടൊപ്പം ഈ സൂറത്ത് വീട്ടിൽ പാരായണം ചെയ്യുക. അള്ളാഹു വില തരും അല്ലേ? അള്ളാഹു വില തരും. അപ്പോൾ ഒരാളെയും പരിഹസിക്കരുത് അല്ലേ, ഒരാളെയും നമ്മൾ കുറവാക്കിയും കാണരുത്. അങ്ങനെ പരിഹസിക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓതാൻ പോകുന്ന സൂറത്ത്. ആ സൂറത്ത് ഏതാണ്? അത് സൂറത്തുൽ ഹുമസയാണ്. എല്ലാവർക്കും അറിയാം അല്ലേ? ഒന്ന് ഓദിക്കുക എന്നോടൊപ്പം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. ഈ സൂറത്ത് നിങ്ങൾ കൃത്യമായിട്ട് പാരായണം ചെയ്താൽ ഇത് വൈലുൻ, ആർക്കാണ് നാശം, ആർക്കാ നരകം? നരകം എന്ന് വൈലെന്ന് പറഞ്ഞാൽ മുനാഫിക്കീങ്ങൾക്കുള്ള കാഫിറുകളേക്കാൾ തരം താഴ്ന്ന നരകമാണത്.
ആർക്കാണത്? കുത്തുവാക്ക് പറയുന്നവർക്ക്, കളിയാക്കുന്നവർക്ക്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർക്ക്, ആക്ഷേപിക്കുന്നവർക്ക്, ഇവർക്കാണ് വൈലുൻ, നരകം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇത് പതിവാക്കുന്നവർക്ക് അള്ളാഹ് ഇസ്സത്ത് കൊടുക്കും, നാട്ടിലും വീട്ടിലൊക്കെ ഒരു വിലയുണ്ടാവും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഇനി നാലാമത്തൊരു പ്രത്യേകത, സാമ്പത്തിക പരാധീനതയാണ് എല്ലായിടത്തും, അല്ലേ? സാമ്പത്തികമായ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. അതൊരു പൊതു വിഷയം തന്നെയാണ്. പക്ഷേ അതൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ വേണം. ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, വൈലെന്ന നരകം ആർക്കാണെന്നറിയോ? ഇത് ഞാനുണ്ടാക്കിയ പൈസ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്ന് ചിന്തിക്കുന്നവൻ നശിക്കും. അവൻ ദുനിയാവിലും നശിക്കും, സമാധാനം ഉണ്ടാവില്ല, ആഖിറത്തിൽ എന്തായാലും നശിക്കും. ഇത് ഞാനുണ്ടാക്കിയതല്ല, എൻ്റെ റബ്ബ് തന്നതാണ്, എൻ്റെ റബ്ബ് തന്നതാണ്. എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ചത് എനിക്ക് മാത്രമുള്ളതല്ല, മറ്റു പലർക്കും കൂടെ ഉള്ളതാണ്. കടം കൊണ്ട് വലയുന്നവരുണ്ട്, ഇല്ലേ? അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അള്ളാഹു അതൊക്കെ വീട്ടിൽ തരും. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, സൂറത്തുൽ ഹുമസ ഓതിയാൽ നിങ്ങളുടെ ബാധ്യതകൾ, സാമ്പത്തിക പരാധീനതകളെല്ലാം മാറ്റിത്തരും. അതോടൊപ്പം സ്വതക്ക കൂടെ ചെയ്താലോ, അടിപൊളിയായി, അല്ലേ? പ്രത്യേകിച്ച് മുഹറത്തിൽ ആദ്യ പത്ത് നമ്മൾ പറഞ്ഞ ഒരു ഉസ്താദിൻ്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? പാവപ്പെട്ടൊരു ഉസ്താദ്, അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ സാലറിയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ എപ്പോഴും ഉണർത്തുന്നൊരു കാര്യമാണ്. ഏതാണ്ട് 8,000 മുതൽ 10,000 രൂപ വരെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സാലറി. 8,000 രൂപ ഉണ്ടെങ്കിൽ ഇന്ന് ഒരാഴ്ച നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അത്രമേൽ ഒരു ചെറിയ സാലറിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ, അതുപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളിലേക്കും നമ്മുടെ സഹായങ്ങൾ എത്തുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇന്നലെ കിഡ്നി പേഷ്യൻ്റായ ഒരു സഹോദരനിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. നമുക്ക് ഇങ്ങനെ പടച്ചോൻ തരുന്നൊരു അവസരമാണ് ഇത്തരം പരിശുദ്ധമായ ദിനരാത്രങ്ങളൊക്കെ വരുമ്പോൾ. പ്രത്യേകിച്ച് ഇന്ന് പുണ്യമുഹറമിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് വരണത്. ഇൻഷാ അല്ലാഹ് രാത്രി 7:30 നമ്മുടെ മജ്ലിസും ഉണ്ടാകും. എല്ലാത്തിലും പങ്കെടുക്കുന്നതോടൊപ്പം ഇങ്ങനെയുള്ള ആളുകളെ കൂടെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമായിരിക്കും. പല ആളുകളും ഹദിയ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്ന ആളുകളൊക്കെ ഇതെൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കഴിയുന്നവരൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒരു ഹദിയ ചെയ്തേക്കുക. പരിശുദ്ധമായ മുഹറം മാസമല്ലേ, അല്ലെ? മുഹറത്തിൽ ആദ്യ 10 വല്ലാത്ത മഹത്വമുള്ള അള്ളാഹ് സത്യം ചെയ്ത 10. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാതെ കഴിയുന്നവരൊക്കെ ചെയ്യുക. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഫതഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ ഒരു പ്രത്യേകത, അള്ളാഹ് ഇസ്സത്ത് നൽകും. എവിടെയും നിന്നെ തരം താഴ്ത്തൂല, അല്ലേ? എവിടെയും നിന്നെ തരം താഴ്ത്തൂല. നിനക്കല്ല ഇസ്സത്ത് തരാൻ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതി എന്നാണ്. ആറാമത്തെ ഒരു പ്രത്യേകത, മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. എന്തോ ആളുകളാണ് സങ്കടപ്പെടുന്നത്, ഉസ്താദേ മക്കളില്ല. ഒരുപാട് കുട്ടികൾ അബോർട്ടായിപ്പോയി, അബോർഷൻ സംഭവിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിയാണ് ഉസ്താദി എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ. വിഷമിക്കണ്ടോ, അല്ല തരും, അല്ല തരും. ഹൈറാണെങ്കിൽ അല്ല തരും. അവൻ റബ്ബാണ്, എനിക്ക് ഗുണമുള്ളതേ അവൻ തരുള്ളൂ, അല്ലേ? മക്കൾ ഹൈറാണെങ്കിൽ പടച്ചോൻ തരും. അങ്ങനെ തന്നെ ദ്വാരുന്നോ, അള്ളാഹു തരും. ആ കൂട്ടത്തിൽ ഫർള് നിസ്കാരം കഴിഞ്ഞിട്ടേ, മക്കളില്ലാത്തവരോടാണ് പറയുന്നത്, ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട്, മക്കളില്ലാത്തവരും സുഖപ്രസവം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഗർഭിണികളും ശ്രദ്ധിക്കുക. ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് 5 തവണ ഈ സൂറത്തുൽ ഹുമസ എന്ന് മനസ്സറിഞ്ഞ് പാരായണം ചെയ്തോ. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ഓദിക്കോ, അള്ളാഹു നിങ്ങൾക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരും ഇൻഷാ അള്ളാഹ്. ഇനി ഏഴാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരീരം വേദന. തലവേദന, കൈവേദന, കാലുവേദന, നടുവേദന, നട്ടൽ വേദന, അടുക്കളയിൽ കയറിയ വേദനയാണെന്ന് പറയാം, അല്ലേ? വേദന 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 വേദന, എല്ലായിടത്തും വേദന. വലത് കൈ ഉണ്ടല്ലോ, ഈ വലത് കൈ, ഇപ്പോൾ നിങ്ങൾക്ക് തലയാണ് വേദനയെങ്കിൽ തലയിൽ ഇങ്ങനെ കൈവെക്കുക. എന്നിട്ട് 10 തവണ ഈ സൂറത്ത് ഓദിക്കോ, അള്ളാഹു ശിഫയാക്കി തരും. അവിടെ ആ കയ്യിൽ ഇശ്വീന്ന് ഊതിയിട്ടൊന്ന് തടവുകയും കൂടെ ചെയ്താൽ അൽഹംദുലില്ലാ മനോഹരായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വേദനയ്ക്ക് ശമനമാണ് സൂറത്തുൽ ഹുമസ. എട്ടാമത്തെ ഒരു പ്രത്യേകത, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ സൂറത്ത് ഒരു മനുഷ്യൻ പതിവാക്കിയാൽ അള്ളാൻ്റെ ഹബീബിനെയും സ്വഹാബത്തിനെയും കളിയാക്കുന്ന, പരിഹസിക്കുന്ന എത്ര ആളുകളുണ്ടോ അവരുടെ 10 ഇരട്ടി പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ ചീത്ത പറയുന്ന, കളിയാക്കുന്ന, സ്വഹാബത്തിനെ പരിഹസിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഇല്ലേ? യുക്തിവാദികൾ എന്ന പേരിൽ, നിരീശ്വരവാദികൾ, എത്ര മനുഷ്യന്മാർ. ഇസ്ലാമിൻ്റെ പേരിൽ വന്ന് മുസ്തഫേനൊക്കെ പോലെയുള്ള ആളുകൾ, ഒരുപാട് പേര് മുത്തുനബിയുടെ സ്വഹാബത്തിനെ കളിയാക്കാണ്. അങ്ങനെയുള്ള ആളുകളുടെ 10 ഇരട്ടി, അപ്പോൾ കോടാനുകോടി മനുഷ്യന്മാരുടെ 10 ഇരട്ടി മഹത്വം ഒരൊറ്റ തവണ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ആരാ? ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓതേണ്ടത്, മുത്ത് ഹബീബിനെ പരിഹസിക്കാൻ പറ്റുമോ? മുസ്ലിം പേരിൽ നടക്കുന്ന കുറേമാരുണ്ട്, അല്ലേ? മുത്തുനബി സാധാരണ അറബി പയ്യനാണ്, സാധാരണക്കാരനാണ്, റസൂലുള്ളാഹിക്ക് ഒരു വിലയില്ല, റസൂലുള്ളാഹി ജനിച്ച ദിവസത്തിന് വിലയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന മുത്തുനബി അങ്ങോട്ട് വേദനിപ്പിക്കുക. ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചിട്ട് എന്ത് ദീനാണ് അവരൊക്കെ പഠിപ്പിക്കുന്നത്? അങ്ങനെയുള്ള ആളുകളുടെ 10 ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. എന്ത് ചെയ്താൽ മതി? ഒരൊറ്റ തവണ സൂറത്തുൽ ഹുമസ ഓതിയാലും മതി. ഇതെപ്പോഴാണ് ഓതേണ്ടത്?
എപ്പോഴും ഓതേണ്ടത്. ഈ പറഞ്ഞ എല്ലാ മഹത്വവും നിങ്ങൾക്ക് കിട്ടാൻ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അതിൻ്റെ സമയം എങ്ങനെയാണ്? റവാത്തിബ് സുന്നത്താകട്ടെ, അല്ലാത്ത സുന്നത്തുകളാകട്ടെ, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു തവണ, ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ, 3 തവണയാകാം, 11 ആകാം, എത്ര വേണമെങ്കിലും ആകാം, ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് പതിവാക്കാൻ കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ മുഹറത്തിൽ തിങ്കളാഴ്ച രാവാണ്, അപ്പോൾ ഇന്ന് മുതൽ അങ്ങ് പതിവാക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല. ഒരു അത്യാവശ്യത്തിന് തീരെ പൈസ ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ദുനിയാവും ആഖിറവും അള്ളാഹു അങ്ങ് ഹൈറാക്കി തരും. പോരെ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം 5000 രൂപ സമ്മാനമായി ലഭിക്കുന്നതിനുള്ള ചോദ്യം എന്തായിരുന്നു? മഹാനായ അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും പ്രണയിച്ചാണോ കല്യാണം കഴിച്ചത് എന്നാണ്, അല്ലേ? ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണയാണത്. ഒരിക്കലുമല്ല, അവർ പ്രണയിച്ചിട്ടല്ല കല്യാണം കഴിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഫാത്തിമ ബീവിയെ തൻ്റെ കയ്യിലേക്ക് കിട്ടിയതിന് ശേഷം, വിവാഹത്തിന് ശേഷമാണ് അവർ പ്രണയിച്ചു തുടങ്ങിയത്. അതാണ് ഹലാലായ പ്രണയവും. ആ പ്രണയത്തിൽ അത്രമേൽ മനോഹരമായൊരു ജീവിതം ആസ്വദിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്, അല്ലേ? ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അപ്പോൾ 5000 രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ എന്താണ് മഹറായി നൽകിയത്? എല്ലാവരും കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെന്നൊരു സഹോദരി, അള്ളാഹു പരിപൂർണ്ണ സൗഖ്യം കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലുണ്ട്, പല സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നമുക്ക് പ്രത്യേകം അവർക്കൊക്കെ വേണ്ടി ദുആ ഇറക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. ഏതെല്ലാം ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ, ഇണകളെ നന്നാക്കണേ അല്ലാ, സന്താനങ്ങളെ നൽകണേ അല്ലാ. റഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അസുഖബാധിതർ പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.